NH ബൈപ്പാസിന്റെ അലൈൻമെന്റ് മാറ്റിയതിനെതിരെ സമരം സംഘടിപ്പിക്കാൻ ബൈപ്പാസ് സംരക്ഷണ സമിതി തീരുമാനിച്ചു. പഴയ അലൈൻമെന്റ് പ്രകാരം ബൈപ്പാസ് നിർമ്മിക്കണമെന്നാണ് സമിതിയുടെ ആവശ്യം. ദേശീയപാതയുടെ ഭാഗമായുള്ള കോതമംഗലം ബൈപ്പാസ് 30 വർഷമായി പരിഗണനയിലുണ്ടായിരുന്നു. ആദ്യം തയ്യാറാക്കിയ അലൈൻമെന്റ് ഒഴിവാക്കി പുതിയ അലൈൻമെന്റ് പ്രകാരം ബൈപ്പാസ് നിർമ്മിക്കുന്നതിനാണ് ഇപ്പോൾ അനുമതിയായിട്ടുള്ളത്. ഈ മാറ്റിമറിക്കലിനെതിരെയാണ് നാട്ടുകാർ ബൈപ്പാസ് സംരക്ഷണ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. പഴയ അലൈൻമെന്റ് അനുസരിച്ച് തന്നെ ബൈപ്പാസ് നിർമ്മിക്കണമെന്നാണ് ആവശ്യം. കോതമംഗലം ടൗണിന് പ്രയോജനപ്പെടാത്തതും നിർമ്മാണ ചെലവ് വർദ്ധിപ്പിക്കുന്നതുമാണ് പുതിയ അലൈൻമെന്റ് എന്ന് ആക്ഷൻ കൗൺസിൽ ചൂണ്ടിക്കാട്ടുന്നു. പുതിയ അലൈൻമെന്റ് സംബന്ധിച്ച വിവരം രഹസ്യമാക്കി വെക്കാൻ ശ്രമമുണ്ടായി. മാറ്റത്തിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും ആരോപണമുണ്ട്. ഭാഗത്ത് ഒരു സുപ്രഭാതത്തിൽ നാളെ നിങ്ങളുടെ വീടുകൾ നഷ്ടപ്പെടും. അവർ പറയുന്നത് ഇത് മാർച്ചിന് മുമ്പ് നടപ്പിലാക്കാൻ തുടങ്ങുമെന്നാണ്. അങ്ങനെ വന്നാൽ 1 മാസത്തെ 2 മാസത്തെ കാലാവധി പോലും ലഭിക്കാതെ അവരുടെ വീടുകളിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ടി വരും. ഇങ്ങനെ എല്ലാ നിലയിലും അബദ്ധമായിട്ടുള്ള ഒരു അലൈൻമെന്റ് ആണ് ഇപ്പൊ നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിന്റെ ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത് NHIക്കാര് ഡൽഹിയിലേക്ക് പ്രപ്പോസ് ചെയ്ത അലൈൻമെന്റ് ഇതല്ല. എന്നാൽ ഇത് മാറ്റിമറിക്കപ്പെട്ടുകൊണ്ട് ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനായിട്ട് തട്ടിക്കൂട്ടിയ അലൈൻമെന്റ് ആണ്. 30 വർഷമായി ഏറെ നഷ്ടങ്ങൾ സഹിച്ച് ബൈപ്പാസിനായി കാത്തിരിക്കുന്നവരെ വഞ്ചിക്കുന്ന നടപടിയാണ് അധികൃതരിൽ നിന്ന് ഉണ്ടായത്. പഴയ അലൈൻമെന്റ് പ്രകാരം തന്നെ ബൈപ്പാസ് നിർമ്മിക്കാൻ തയ്യാറായില്ലെങ്കിൽ സമരരംഗത്തിറങ്ങാൻ സംരക്ഷണ സമിതി തീരുമാനിച്ചു. യോഗം BJP മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാങ്ങോട് ഉദ്ഘാടനം ചെയ്തു. AG ജോർജ്, എൽദോസ് ആറ്റുപുറത്ത്, നോബിൾ M ജോർജ്, BJ പോലോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കൃത്യമായ ഒരു ധാരണയോടുകൂടി ഇതിന്റെ എല്ലാവിധ വശങ്ങളും പഠിച്ചുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ബന്ധപ്പെട്ട ആളുകൾ നമ്മൾ വന്ന് കണ്ടത്. തീർച്ചയായും കിട്ടുന്ന രേഖകളെല്ലാം നമ്മളത് എത്തിക്കേണ്ട സ്ഥലത്ത് കൃത്യമായി തന്നെ എത്തിച്ചിട്ടുണ്ട്. ഇത് കൃത്യമായ തീരുമാനമെടുക്കേണ്ടത് ഇവിടുത്തെ പാർലമെന്റ് MP ആണ്. അദ്ദേഹത്തിനെ കൊണ്ട് മാത്രമേ ഇത് കഴിയൂ. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ എടുക്കേണ്ട നിലപാട് ഭാരതീയ ജനതാ പാർട്ടിയുടെ കോതമംഗലം മണ്ഡലം കമ്മിറ്റിയോ അതിന്റെ അധ്യക്ഷനോ എടുക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. KCV ന്യൂസ്, കോതമംഗലം.